Hello everyone, welcome to a new video. Today we'll be discussing the concept popular culture, which comes under MAS for Cultural Studies. So, popular culture consists of the cultural texts and practices of the working class, as well as the texts and practices produced and consumed on a mass scale, such as rock music, Hollywood films, graffiti, works by the likes of Stephen Hawking and J.K. Rowling. In this way, popular culture corresponds to a large degree with mass culture, which consists of mass produced, mass marketed products so many of us use. Popular culture or pop culture refers in general to the tradition and material culture of a particular society. In the modern list, pop culture referred to cultural products such as music, art, literature, fashion, dance, film, cyberculture, television, and radio that are consumed by a majority of a society's population. Popular culture is these type of media that have mass accessibility and appeal. The term popular culture was coined in the mid 19th century and it referred to cultural traditions of the people in contrast to the official culture of the state or governing classes. The most common pop culture categories are entertainment, sports, news, politics, fashion, technology and slang. അപ്പോൾ ശരിക്കും എന്താണ് കൾച്ചർ അല്ലെങ്കിൽ എന്താണ് പോപ്പുലർ കൾച്ചർ എന്നൊരു ഡെഫിനിഷനാണ് ഈ പറഞ്ഞ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത്. സോ സാധാരണ നമ്മൾ പറയാറുണ്ട് നമ്മുടെ കൾച്ചർ ഇതല്ല, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനൊത്ത ആൾക്കാരല്ല അവർ. ഓൾമോസ്റ്റ് കൾച്ചർലെസ് എന്നൊരു വാക്ക് നമ്മൾ ബാഡ് ഒരു സ്ലാങ്ങിലാണ് അല്ലെങ്കിൽ ബാഡ് മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത് തന്നെ. സോ വാട്ട് ഈസ് കൾച്ചർ? ഇറ്റ് ഈസ് ആക്ച്വലി സംതിങ് that refers to our thoughts, traditions, mannerisms that are particular to a certain society. ഇപ്പോൾ കേരള കൾച്ചർ എന്ന് എടുക്കാം. കേരള കൾച്ചർ എന്ന് എടുക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന എന്തൊക്കെയാണ്? നമ്മുടെ ആർട്ട് ഫോംസ്, കഥകളി, മോഹിനിയാട്ടം, അതുപോലെ തന്നെ നമ്മുടെ ഫെസ്റ്റിവൽസ്, ഓണം, വിഷു, ആ സമയത്ത് നമ്മൾ ഇടുന്ന നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അറ്റയേഴ്സ്, നമ്മുടെ ഡ്രസ്സ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ വായിക്കുന്ന നമ്മുടെ മലയാളം ലിറ്ററേച്ചർ, നമ്മൾ കാണുന്ന മലയാളം മൂവീസ്, ഇതെല്ലാം തന്നെയാണ് ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി വരുന്നത്. സോ പോപ്പുലർ കൾച്ചറും ഇതന്നെയാണ്. അത് മാസ് കൾച്ചറായിട്ടൊരു ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമായി മാറി. കാരണം ഇറ്റ് റെഫേഴ്സ് ടു മാസ് പ്രൊഡ്യൂസ്ഡ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ഓർ കൾച്ചർ. കാരണം കേരള കൾച്ചർ എന്ന് എടുക്കുമ്പോൾ പോലും അത് കുറച്ച് മലയാളികൾക്ക് മാത്രമുള്ളൊരു കാര്യമല്ല. ആ കേരള എന്നുള്ളൊരു സ്റ്റേറ്റിൽ താമസിക്കുന്ന, അവിടെ ജീവിക്കുന്ന എല്ലാ മലയാളികളും കേരള കൾച്ചർ ആസ്ക്രൈബ് ചെയ്യുന്ന, കേരള കൾച്ചർ പാലിക്കുന്ന ആൾക്കാരാണ്. സോ ഇറ്റ് ഈസ് മാസ് പ്രൊഡ്യൂസ്ഡ്. അതുകൊണ്ടാണ് പോപ്പുലർ കൾച്ചറും മാസ് കൾച്ചറും തമ്മിൽ ഒരു വലിയൊരു വ്യത്യാസമില്ലാത്തത്. അത് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്നതും അതുകൊണ്ടാണ്. പോപ്പുലർ കൾച്ചറിൽ കോമൺ ആയിട്ട് വരുന്ന കാറ്റഗറീസ് ആണ് എൻ്റർടൈൻമെൻറ്റ്, മ്യൂസിക്, ഫിലിം, ടെലിവിഷൻ, വീഡിയോ ഗെയിംസ് ഒക്കെ, അതുപോലെ തന്നെ സ്പോർട്സ്, പിന്നെ ന്യൂസ്, പൊളിറ്റിക്സ്, ഫാഷൻ, ടെക്നോളജി. ഈവൻ നമ്മുടെ ലാംഗ്വേജ് വരുമ്പോൾ നമ്മൾ പല സ്ലാങ്ങുകളുണ്ട്, അതുപോലും പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പോപ്പുലർ കൾച്ചറിൻ്റെ ഒരു ഒറിജിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്താണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ, പോപ്പുലർ കൾച്ചറിൻ്റെ ഇൻട്രൊഡക്ഷനും ഒരു ഇൻക്രീസും നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ആ സമയം വർക്കിംഗ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അർബൻ എൻവയൺമെൻറ്റിലേക്ക് മാറി താമസിക്കുകയും അവരുടെ ഒരു കോവർക്കേഴ്സുമായിട്ട് അവരൊരു കൾച്ചർ ഷെയർ ചെയ്യാനും തുടങ്ങി. അത് അവരുടെ ഒരു അവർ വരുന്ന സ്ഥലത്തു നിന്നും അവരുടെ ഒരു പാരൻറ്റേജിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടൊരു കൾച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും അതൊരു പോപ്പുലർ കൾച്ചറായത്. കാരണം ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. അതിനുശേഷം വേൾഡ് വാർ 2 വന്നു. ആ ഒരു സമയത്താണ് കുറച്ചും കൂടി ഒരു വെസ്റ്റിൽ തന്നെ ഒരു കൾച്ചറൽ സോഷ്യൽ ചേഞ്ചസ് വരാൻ തുടങ്ങിയതും മാസ് മീഡിയയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൂടിയതും. അപ്പോൾ സ്ലോലി നമ്മുടെ സൊസൈറ്റി ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആയി മാറി. അതായത് പ്രോഫിറ്റിന് വേണ്ടി മാത്രം ഒരു മാസ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്, അതും ക്ലാസ് ഡിവിഷൻ ഉണ്ട്. പല ക്ലാസ്സുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മാസ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് തുടങ്ങിയത് ഈ ഒരു സമയത്താണ്. അത് ഇപ്പോഴും നമുക്കുണ്ട്. ചില ഹൈ എൻഡ് പ്രോഡക്ട്സ് ഉണ്ട്, അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈ എൻഡ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് മാർക്കറ്റിലുണ്ട്. അതേസമയം കുറച്ച് എക്കണോമിക്കലി
അൺസ്റ്റേബിൾ ആയിട്ടുള്ള കാറ്റഗറികൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സും സർവീസും ഉണ്ട്. അവിടെ ഒരു ഡിവിഷനാണ് അത്. ഫിനാൻസ് അല്ലെങ്കിൽ എക്കണോമിക്സ് വെച്ചിട്ട് എന്താണ് നമ്മുടെ ഫൈനാൻസ് നോക്കി മാത്രം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചില പ്രോഡക്ട്സും സർവീസസും കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു മാർക്കറ്റ് അതിപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ആ ഒരു ഡിവിഷൻ വന്നത് ഈ ഒരു വേൾഡ് വാർ 2 അവസാനമാണ്. അപ്പോൾ അവിടുത്തെ മെയിൻ പേർപ്പസ് എന്താണ്? പ്രോഫിറ്റ് ജനറേഷൻ തന്നെയാണ്. പക്ഷെ അതിലൂടെ തന്നെ ഒരു ഡിവിഷൻ, ഒരു കൾച്ചർ ഉണ്ടായി വന്നു. ഹൈ കൾച്ചർ, ലോ കൾച്ചർ എന്ന രീതിയിൽ ഒരു ഡിവിഷനും അവിടെ ഉണ്ടായി വന്നു. ഇലൈറ്റ് കൾച്ചർ എന്നൊക്കെ പറയുന്ന ഒരു ഡിവിഷനാണ് അവിടെ സംഭവിച്ചത്. And the meaning of popular culture then began to merge with that of mass culture, consumer culture, image culture, media culture, and culture created by manufacturers for mass consumption. Now, many consider the promotion of pop culture as Americanization because US is by far the biggest producer of popular culture goods. According to former Canadian Prime Minister Kim Campbell, the images of America are so pervasive in this global village that it is almost as instead of the world immigrating to America, America has immigrated to the world, allowing people to aspire to be Americans even in distinct countries. സോ അതാണ് മെയിനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അമേരിക്കനൈസേഷൻ എന്നൊരു കോൺസെപ്റ്റും ഇതിലൂടെ പോപ്പുലർ കൾച്ചറായിട്ട് കണക്റ്റഡ് ആണ്. കാരണം എന്താണ്? അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സും സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു സ്പോൺസറായിട്ടാണ് അമേരിക്ക അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വരുന്നത്. നമ്മളിപ്പോൾ പോപ്പുലർ കൾച്ചർ അല്ലെങ്കിൽ പോപ്പ് കൾച്ചർ എന്ന് പറയുമ്പോഴും നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മനസ്സ് പോകുന്നത് അമേരിക്കൻ സിംഗേഴ്സ്, പോപ്പ് സിംഗേഴ്സിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ ഫാഷൻ, ദ ഫുഡ്, അതൊക്കെയാണ് നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നമ്മുടെ കേരള കൾച്ചറിലെ ഞാൻ ഇത്രയും തുടക്കത്തിൽ പറഞ്ഞ ആർട്ട് ഫോംസും ലിറ്ററേച്ചറും ഫുഡും അതുപോലെ നമുക്ക് ഓർമ്മ വരത്തില്ല. പോപ്പുലർ കൾച്ചർ, പോപ്പ് കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് യൂറോപ്യൻ കൾച്ചർ, പെർട്ടിക്കുലർലി അമേരിക്കൻ കൾച്ചർ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ. വേറെ ഒരു പ്രൂഫിൻ്റെ ആവശ്യമില്ല. ഈ ഒരു നമ്മുടെ ചിന്ത പോകുന്ന പോക്ക് തന്നെയാണ് ഏറ്റവും വലിയൊരു എവിഡൻസ്. എന്തുകൊണ്ടാണ് അമേരിക്കനൈസേഷൻ ഉണ്ടായതെന്നും എന്തുകൊണ്ടാണ് അമേരിക്കയെ ഏറ്റവും വലിയൊരു പ്രൊഡ്യൂസർ എന്ന് വിളിക്കാനും കാരണം. യു എസിൽ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്പിയർ. എക്കണോമിക് ആക്ടിവിറ്റി വരുന്ന കാര്യത്തിലും ഞാൻ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് പോപ്പ് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മെജോറിറ്റി ആൾക്കാരും ആലോചിക്കുന്നത് പോപ്പ് സിംഗേഴ്സിനെ കുറിച്ചാണ്, പോപ്പ് മ്യൂസിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പോപ്പ് കൾച്ചറിൽ വരുന്ന എന്തൊക്കെയാണ്? അമേരിക്കൻ മൂവീസ്, TV ഷോ, ഇതെല്ലാം തന്നെ എൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ചെയിൻസ്, ഞാൻ പറഞ്ഞ പോലെ മ്യൂസിക്, ഡാൻസ് ഇൻഡസ്ട്രി, എക്സാമ്പിൾസ് പറയാൻ ഒരുപാടുണ്ട്. സിംഗേഴ്സ് ലൈക്ക് ടൈലർ സ്വിഫ്റ്റ് ആൻഡ് മഡോണ, ഓൾസോ TV ഷോസ് ലൈക്ക് ഫ്രണ്ട്സ്, ബിഗ് ബാങ് തിയറി, പിന്നെന്താ അമേരിക്കൻ റെസ്റ്റോറൻറ്റ് ചെയിൻസ്, അതിൻ്റെ എല്ലാ ബ്രാഞ്ചസും ലോകമെമ്പാടുമായി കഴിഞ്ഞു. അപ്പം നമുക്ക് ശരിക്കും ഇപ്പോൾ വന്നിട്ട് ഫുഡെന്ന് ആലോചിക്കുമ്പോൾ പോലും നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡിനെക്കാട്ടിലും നമ്മൾ ഇങ്ങനത്തെ പോപ്പുലർ ആയിട്ടുള്ള ഫുഡ് ചെയിൻസും റെസ്റ്റോറൻറ്റ്സും ആണ് ആലോചിക്കുന്നത്. നമ്മൾ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റീജിയണൽ വർക്ക്സിനെക്കാട്ടിലും നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നത് ഒരുപക്ഷെ ടൈലർ സ്വിഫ്റ്റിനെ കുറിച്ചായിരിക്കും. നമ്മുടെ ഇഷ്ടപ്പെട്ട TV ഷോസ് എന്ന് പറയുമ്പോൾ ഒരു 90% ആൻസറും ഫ്രണ്ട്സ് തന്നെയായിരിക്കും. കാരണം അതാണ് ഏറ്റവും പോപ്പുലറായിട്ട് നിന്ന ഒരു TV ഷോ. വേറെ ഷോസ് ഇഷ്ടപ്പെടുന്നവരും കാണും. ബട്ട് ദ പോയിന്റ് ഇസ്, ഈ അമേരിക്കൻ കൾച്ചറായിരിക്കും കൂടുതൽ ആൾക്കാരും ഓർക്കുന്നതും കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നതും കാണുന്നതും അത് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു അമേരിക്കനൈസേഷൻ ഉണ്ട്. പോപ്പുലർ കൾച്ചറും US തമ്മിലുള്ളൊരു ഇൻഫ്ലുവൻസ് ഇതാണ്. പോപ്പുലർ കൾച്ചറിൻ്റെ ഉള്ളിലും ഒരു അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം ഇതാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ക്രിട്ടിക്കായിട്ടും കൾച്ചർ തിയറിസ്റ്റുകൾ പറഞ്ഞു വയ്ക്കുന്നത്. That is, popular culture shouldn't be something that is involved with a particular culture. It should be general. But the problem is that most people think of popular culture as Americanized. So that is a brief idea about popular culture. നമ്മൾ ഡെഫിനിഷൻ നോക്കി, ചെറുതായിട്ട് എൻ്റെ ഒരു ഒറിജിൻ നോക്കി, ആൻഡ് എൻ്റെ ക്രിട്ടിക് എന്താണ്, എൻ്റെ ഒരു അമേരിക്കനൈസേഷൻ എന്താണെന്നും എൻ്റെ പ്രോബ്ലം എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു.
So this is a brief analysis of popular culture or pop culture. I hope this was understandable. If yes, do like the video, and you can also share your ideas as well in the comment section. So thank you for listening. I'll see you in the next video.